നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? നമ്മുടെ അടക്കം എല്ലാ കമ്പനീസും റിലീസ് പ്ലാൻ ചെയ്യുന്നത് നൈറ്റ് ടൈമിലായിരിക്കും അല്ലേ? അപ്പം ഇപ്പൊ വേറൊരു കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവോപ്സ് ടീം അഥവാ ഡെവലപ്പേഴ്സ് ആണെങ്കിലും ഓപ്പറേഷൻ ടീം ആണെങ്കിലും ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാവരും ആ ഒരു ദിവസം സ്റ്റേ ബാക്ക് ചെയ്യും ഓഫീസിൽ. എന്നിട്ട് ഒരു ഡിപ്ലോയ്മെന്റ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്ത് ബേസിക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമേ അവര് തിരിച്ച് വീട്ടിലേക്ക് പോവുള്ളൂ. ഇൻ കേസ് ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു സ്ലീപ്ലെസ് നൈറ്റ് ആയിരിക്കും ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു അപ്ഡേറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു നൈറ്റ് ടൈം ചൂസ് ചെയ്യുന്നത്? അതിന് ബേസിക് ആയിട്ട് ഒരു റീസൺ ഉള്ളത്, ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷന് ഏറ്റവും കുറവ് യൂസേഴ്സ് ഉള്ളത്. അതായത് മിനിമം ട്രാഫിക് വിൻഡോ അല്ലെങ്കിൽ ലെസ് ട്രാഫിക് ആയിരിക്കും ആ ഒരു ടൈമിൽ സെർവറിന് ഉണ്ടാവുന്നത്. അപ്പം കാരണം എന്താ, നമ്മളിപ്പോ ഇത് ഞാൻ ഇന്ത്യ പോലുള്ള രാജ്യത്തെ കുറിച്ചാട്ടോ പറയുന്നത്. റീജിയൻ അനുസരിച്ച് ഡെഫിനറ്റ് ആയിട്ട് മാറും. ഇപ്പൊ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ക്ലയൻസും ഒരു ഇന്ത്യ എന്നൊക്കെയുള്ളവരാണെങ്കിൽ ഈ ഒരു സിനാരിയോ തന്നെയായിരിക്കും നടക്കുക. ഇനി എന്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ ഒരു ഇഷ്യൂസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷന്റെ വേർഷൻ 2 ആണ്. നമ്മളത് വേർഷൻ 3യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ സെർവറിന് ഒരു ഡൗൺ ടൈം ഉണ്ടാവില്ലേ? കാരണം അവിടെ ഒരു അപ്ഗ്രഡേഷൻ നടക്കുവാണ്. അപ്പൊ അവിടുത്തെ വരുന്ന രണ്ട് കേസാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ. ഒന്ന്, ഡെവലപ്പേഴ്സ് ആണെങ്കിലും ഓപ്പറേഷൻ ടീം ആണെങ്കിലും അത്രയും നേരം ഇവിടെ നിൽക്കണം. രണ്ടാമത്തെ കേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യൂസേഴ്സിന് അത്രയും നേരം നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ വേണ്ടി, ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഒരു ക്രിട്ടിക്കൽ അപ്പൊ ഇതൊരു ക്രിട്ടിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നൈക്ക് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അവർക്ക് ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് അല്ലെങ്കിൽ പിങ്ക് ഫ്രൈഡേ സെയിൽസ് ഒക്കെ വരാറുണ്ടല്ലേ? അപ്പൊ ആ ഒരു സമയത്ത് അവരുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത് മില്യൺ യൂസേഴ്സ് ആയിരിക്കും. ഈ ആ ഒരു ടൈമിൽ അവർക്ക് ഒരു ക്രിട്ടിക്കൽ ആയിട്ട് ഫിക്സ് ചെയ്യേണ്ട, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടേണ്ട ഒരു ബഗ് കൂടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഈ ബഗ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു റവന്യൂനെ തന്നെ ബാധിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എന്താ വരിക? ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു 1 hour കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ ആയിരക്കണക്കിന് ഡോളേഴ്സ് ആയിരിക്കും ആ ഒരു സമയത്ത് നഷ്ടപ്പെടുന്നത്. അപ്പം ഇവരു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ള ഈ ഒരു ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജിനെ കുറിച്ചാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരു വാട്ടർഫാൾ മോഡലാണെന്ന് വിചാരിച്ചു. ഇപ്പൊ വാട്ടർഫാൾ മോഡലൊക്കെ ഫോളോ ചെയ്യുന്ന കമ്പനീസ് വളരെ കുറവാണ്. അപ്പൊ വാട്ടർഫാൾ മോഡലിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇഷ്യൂസ് അധികം ഉണ്ടാവില്ല. കാരണം എന്താ, അവർക്ക് 6 month വൺസോ അല്ലെങ്കിൽ ഇയർലി വൺസ് ഒക്കെ ആയിരിക്കും അവരുടെ റിലീസ് പോകുന്നത്. ആ ഒരു സമയത്ത് സെർവറിന് ഒരു 1 hour ഡൗൺ ടൈം വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു റവന്യൂനെയോ അല്ലെങ്കിൽ പ്രോസസ്സിനെയോ ഒന്നും യൂസേഴ്സിനെയോ ഒന്നും അത്രയ്ക്ക് അഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. മേജർ ഇഷ്യൂസ് ഒന്നും വരില്ല. പക്ഷെ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന അജൈലി മെത്തഡോളജി ആണല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്താ, 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു റിലീസ് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ കമ്പനീസിലും വീക്ക്ലി വൺസ് ഈ ഒരു റിലീസ് നടക്കും. കാരണം എന്താ, നമ്മൾ കസ്റ്റമറിന്റെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത വർക്ക് ഡിസൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഫീച്ചറിനെ ഡെവലപ്പ് ചെയ്യേണ്ട ഫീച്ചറിനെ എൻഹാൻസ്മെന്റ് ആണോ അല്ലെങ്കിൽ പുതിയ ഫീച്ചറിലേക്ക് പോകണോ, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് കസ്റ്റമർ ഫീഡ്ബാക്കിനനുസരിച്ചാണ്. സോ ഈ ഒരു അജൈൽ മെത്തഡോളജി നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമർ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എല്ലാ വീക്കും ഇതുപോലുള്ള കമ്പനീസിന് 1 hour ഇങ്ങനെ ഒരു ഡൗൺ ടൈം വന്നിട്ടുണ്ടെങ്കിൽ, സെർവറിന് ഡൗൺ ടൈം വന്നാൽ ഒരിക്കലും അവർക്ക് താങ്ങാൻ പറ്റില്ല. അത്രയും ആയിരിക്കും അവരുടെ ടോട്ടൽ റവന്യൂല് ലോസ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്ലൂ ഗ്രീൻ ടെക്നോളജി അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഫേസ്ബുക്ക്, ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലുള്ള കമ്പനീസ് 0 ഡൗൺ ടൈമിൽ അവരുടെ ഒരു കോഡ് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി ഒരു ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് ഉണ്ടാവും. ഈ ഒരു ടൈമിനെ നിങ്ങൾക്ക് എങ്ങനെ വേണേലും പറയാം കേട്ടോ. ബ്ലൂ ഗ്രീനോ യെല്ലോ റെഡ്ന്നോ റെഡ് ബ്ലാക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സെക്കൻഡ് ഇൻസ്റ്റൻസസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഈ ഒരു കോൺസെപ്റ്റിൽ അറ്റ് എ ടൈമിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് 2 ഇൻസ്റ്റൻസ് ഉണ്ടാവും. അതിൽ ഒരു ഇൻസ്റ്റൻസ് ലൈവ് ആയിരിക്കും, അതായിരിക്കും യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ഐഡിയൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഐഡിയൽ ആയിരിക്കുന്ന ഒരു സെർവറിനെ കൊണ്ട് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് എന്ന്. ഈ ഒരു സെർവറിലായിരിക്കും അടുത്ത നിങ്ങളുടെ ഡിപ്ലോയ്മെന്റ് നടക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട്, സപ്പോസ് നമ്മുടെ ബ്ലൂ സെർവർ ആണ് ഇപ്പം ലൈവ് ആയിരിക്കുന്ന സിസ്റ്റം എന്ന് വിചാരിച്ചു. അതായത് യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു സെർവർ ആണ്. നമ്മുടെ യൂസർ ഓപ്പറേഷൻസ്, അതായത് പുതിയതായിട്ട് വരുന്ന യൂസർ റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും അതിനെ പ്രോസസ്
അതിനെ പ്രോസസ് ചെയ്യുന്നതും റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ബ്ലൂ സെർവർ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഗ്രീൻ സെർവർ ഐഡിയൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യൂസ് കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾ നെക്സ്റ്റ് റിലീസ് പ്ലാൻ ചെയ്യുവാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർഷൻ 3യിൽ നിന്ന് വേർഷൻ 4ലേക്ക് നിങ്ങൾ പുതിയൊരു ഡിപ്ലോയ്മെന്റ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ഈ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ സെർവറിലായിരിക്കും. അപ്പൊ ഇവിടെ യൂസേഴ്സ് ഒന്നും കണക്റ്റഡ് അല്ല, ഒരു യൂസറും ഈ ഒരു സെർവർ യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡെവോപ്സ് ടീം ഒരു ബേസിക് ടെസ്റ്റ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് വരുന്നത്. നമ്മുടെ ഈ ഒരു യൂസർ ട്രാഫിക്കില്ലേ, അതായത് ഇപ്പം ബ്ലൂ സെർവർ അക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂസേഴ്സിനെ ഗ്രാജുവലി പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഗ്രീൻ സെർവറിലേക്ക് ഐഡിയൽ ആയിരിക്കുന്ന ഇപ്പം ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ അവൈലബിൾ ആയിരിക്കുന്ന ഈ ഒരു ഗ്രീൻ സെർവറിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് മൊത്തം യൂസേഴ്സിനെയും ഇവിടെ കൊണ്ടുവരുവല്ല ചെയ്യുന്നത്, ഒരു ഗ്രാജുവലി ആണ് നമ്മൾ ഈ മൂവ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു സ്മോൾ യൂസർ ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്നിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ പോലും അത് അഫക്ട് ചെയ്യുന്നത് ആ ഒരു ചെറിയ യൂസർ ഗ്രൂപ്പിനെ ആയിരിക്കും അല്ലെ. അപ്പം വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പതുക്കെ പതുക്കെ ബാക്കിയുള്ള യൂസേഴ്സിനെ എല്ലാം ഗ്രാജുവലി ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ എല്ലാ യൂസറും ഇവിടെ വന്നു കഴിയുമ്പോൾ ഗ്രീൻ സെർവർ ലൈവായി, നമ്മുടെ ബ്ലൂ സെർവർ ഐഡിയൽ ആയി. അപ്പൊ ഈ ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ്സിന് ശേഷം നമ്മൾ ഒരിക്കലും ഒരു ബ്ലൂ സെർവറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഒരു സെർവർ ഐഡിയലായും ലൈവായും ഇങ്ങനെ ഓരോ ഡിപ്ലോയ്മെന്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ബ്ലൂ സെർവർ അല്ലേ ഐഡിയൽ ആയിട്ട് നിൽക്കുന്നത്. നേരം രണ്ട് യൂസ് കേസ് ഉള്ളത്. ഇനി അപ്കമിങ് റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് സെർവറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ ഇതിനെ റിക്കവറി സെർവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അജൈൽ മെത്തഡോളജിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ് ആണ് ഈ ഒരു ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെന്റ്. അതായത് നമ്മൾ ഇനിയിപ്പം അടുത്ത വേർഷൻ 4ൽ നിന്ന് വേർഷൻ 5ലേക്ക് പോകാന്ന് വിചാരിച്ചോ. അപ്പൊ ഇപ്പം ഐഡിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ സെർവറിലായിരിക്കും നമ്മൾ ഈ ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രീനിൽ നിന്ന് യൂസർ ട്രാഫിക് എന്ത് ചെയ്യും, ഒരു ബ്ലൂവിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഈ ഒരു ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യുന്നത്, മീൻസ് മൂവ് ചെയ്യുന്നത്, യൂസേഴ്സിനെ ഒരിക്കലും അറിയില്ലല്ലോ ഈ സെർവറാണ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളത്, മറ്റുള്ള ഐഡിയലാണ്, ഇതിലേക്കാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടതൊന്നും യൂസേഴ്സ് അല്ല തീരുമാനിക്കുന്നത്. നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഒന്നെങ്കിൽ ലോഡ് ബാലൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ വെബ് സെർവേഴ്സോ റൗട്ടേഴ്സാണ് കൂടുതലും വരിക. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡിപ്ലോയ്മെന്റിന് ശേഷവും നമ്മുടെ ഈ ഐഡിയലും ലൈവ് ആയിരിക്കുന്ന സെർവറിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ റൗട്ടറിനെ കോൺഫിഗർ ചെയ്യുക, പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാഫിക്കിനെ അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും. ഇതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആണല്ലേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സീറോ ഡൗൺ ടൈം ആണ്. അതായത് നമ്മളൊരു സീറോ എന്താ പറയാ മിനിമം ട്രാഫിക് വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലെസ് യൂസേഴ്സ് ഉള്ള ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ റോൾ ബാക്ക് ആണെങ്കിലും ഈസിയാണ്. നമുക്ക് ഈ പാരലലി ഒരു റിക്കവറി സെർവർ ഉണ്ട്, നമുക്ക് പ്രീവിയസ് വേർഷനിലേക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും ഡീബഗിങ് ഒന്നും കൂടി ഈസി ആലേ. ഏറ്റവും കൂടുതൽ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് അവർക്ക് ആ ഇഷ്യൂസ് ഫൈൻഡ് ചെയ്ത് ചെയ്യാം. ലേറ്റ് നൈറ്റ് ഇരുന്നെങ്കിലും പിറ്റേ ദിവസം ആണെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. റിലാക്സ്ഡ് ആയിട്ട് റൂട്ട് കോസ് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമും കൂടി അവർക്ക് അതിന്റെ ഇടയിൽ കിട്ടും. ഇനി റൗട്ടറിന്റെ കേസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മൈൻഡിൽ വരാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡാറ്റ സിൻക്രണൈസേഷൻ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രീനിൽ നിന്ന് ബ്ലൂവിലേക്കോ ബ്ലൂവിൽ നിന്ന് ഗ്രീനിലേക്കോ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ സപ്പോസ് ഈ ഒരു യൂസർ ട്രാഫിക് മൂവ് ചെയ്യുമ്പോൾ യൂസർ ഒരു ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഒരു ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്തു, അത് ഇപ്പുറത്തെ സെർവറിൽ എത്തുമ്പോഴും അവർക്ക് അവൈലബിൾ ആയിരിക്കണം അല്ലെ. ഈ ഒരു സ്വിച്ചിങ് ഒന്നും ആക്ച്വലി അവർ അറിയുന്നില്ല, യൂസർ അറിയാതെയാണ് ഈ ഒരു റിലീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം രണ്ട് കാര്യം കമ്പനിക്ക് അനുസരിച്ച് മാറും. മെയിൻ ആയിട്ട് കൂടുതലായിട്ടും ഷെയർഡ് ഡാറ്റാബേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് രണ്ട് എൻവറോൺമെന്റും സെയിം DB യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ലല്ലോ. അവരുടെ ഏത് സെർവറിലാണെങ്കിലും അവരുടെ ഡാറ്റ അവൈലബിൾ ആയിരിക്കും, കുഴപ്പമില്ല. സെപ്പറേറ്റ് ഡാറ്റാബേസും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ കോംപ്ലക്സ് ആണ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഷെയർഡ് ആകുമ്പോൾ സിമ്പിൾ ആണ്, പക്ഷെ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, മൈഗ്രേഷൻസ് DB മൈഗ്രേഷൻ ഒക്കെ പ്ലാൻ ചെയ്യാൻ. അതായത് മൈഗ്രേഷൻ ഫസ്റ്റ് ചെയ്തതിന് ശേഷം ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്.
അപ്പം ചില കമ്പനീസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലി ഷെയർഡ് നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇവോൾവ് ആയി സെപ്പറേറ്റ് DBയിലേക്ക് മൂവ് ആവും ട്ടോ. പിന്നെ നിങ്ങളുടെ മൈൻഡിൽ വരാൻ വേറൊരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ആക്ച്വലി ഒരു 2 ഇൻസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ആവൂലേന്ന്? ഡെഫിനറ്റ് ആയിട്ടും ഇല്ല കേട്ടോ. അത് ഞാൻ 3 ബേസിക് ആയിട്ടുള്ള റീസൺ പറയാം. ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ എൻവറോൺമെന്റ് ഡിപ്ലോയ്മെന്റ് പ്രോസസ്സ് ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിന് വേണമെങ്കിൽ നമുക്ക് ഇതിന് ഒരു സ്മോളർ ഇൻസ്റ്റൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഈ ഒരു ഡൗൺ ടൈമിന്റെ കോസ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്ട്രക്ചറിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതിന്റെ. ഇപ്പം ഒരുപാട് യൂസേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ നൈക്കിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. അതിന് എക്സാമ്പിൾ ആയിട്ട് സ്പോട്ടിഫൈ എടുക്കാം. അവർ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഈ പറഞ്ഞ ഒരു ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെന്റ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് $50,000 ആണ് സ്പെൻഡ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനുവലി ഒരു $2 million ലോസ് അവര് ഇത് പ്രിവെന്റ് ചെയ്തു എന്ന്. അതായത് അവരുടെ ഒരു ഡൗൺ ടൈം കാരണം അവർക്ക് ആനുവലി ഒരു $2 million ആയിരുന്നു വന്നത്. അപ്പൊ ഒരു $50,000 ഇവർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തപ്പം അവർക്ക് ഇത്രയും അവരുടെ ഇൻകത്തിൽ നഷ്ടപ്പെടുന്നത് മീൻസ് റവന്യൂല് വരുന്ന ലോസ് അവർക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പൊ ഇതൊക്കെയാണ് ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്